മേനെ പ്യാർ കിയ പേര് പോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ ട്രെയിലറിൽ നിന്നും ഒക്കെ കണ്ട പോലെ തന്നെ ഒരു ക്യാമ്പസ് ലവ് സ്റ്റോറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് മേനെ പ്യാർ കിയ. ഹൃദു ഹരുണും പ്രീതി മുകുന്ദനുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. നവാഗതനായ ഫൈസൽ ഫാസിലുദ്ദീൻ സംവിധാനം ചെയ്ത് മന്ദാകിനി എന്ന സിനിമയ്ക്ക് ശേഷം സഞ്ജു ഉണ്ണിത്താൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമ കൂടെയാണ്. സോ ഒരു ഗ്യാങ്സ്റ്റർ പ്രിമൈസിൽ നിന്നും തുടങ്ങി ഒരു ക്യാമ്പസ് ലവ് സ്റ്റോറിയിലൂടെ ട്രാവൽ ചെയ്ത് വന്ന് വീണ്ടും ആ ഒരു ജോണർ ഷിഫ്റ്റ് ഉണ്ട്. പിന്നെയും വന്നിട്ടൊരു ത്രില്ലർ, ഒരു ആക്ഷൻ ജോണറിലേക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ട്. സോ ഒരു നവാഗത സംവിധായകൻ ചെയ്ത ഒരു സിനിമയാണ് എന്നുള്ളൊരു ഫീൽ വരാത്ത രീതിയാണ് മേനെ പ്യാർ കിയ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പെർഫോമൻസിൻ്റെ സൈഡ് നോക്കിയാലും ആക്ഷൻ നോക്കിയാലും ഈവൻ ടെക്നിക്കൽ സൈഡ് നോക്കിയാലും എല്ലാം കൊണ്ടും വളരെ ബ്രില്യൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഓണത്തിന് വലിയ റിലീസുകളുടെ ഇടയിൽ ഈ ഒരു സിനിമ വളരെ വലിയൊരു ഇൻഫ്ലുവൻസ് പ്രേക്ഷകരുടെ ഇടയിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് പേഴ്സണലി തോന്നുന്നതും. കാരണം ഒരുപാട് പേർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി ഉണ്ട്. ഇതിൽ ഹൃദു അവതരിപ്പിച്ച ആര്യൻ എന്ന കഥാപാത്രം, ഈ ഒരു കഥാപാത്രം കോളേജിലെ ആളുടെ സ്വഭാവം കൊണ്ടും കയ്യിലിരിപ്പൊക്കെ കാരണം തന്നെ കോളേജിൽ നിന്ന് നിർത്തിവെച്ച് പോകേണ്ടതായിട്ട് വരുന്നു. പക്ഷേ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നീട് ഒരു ജോലിയുടെ ആവശ്യത്തിനായിട്ട് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ആളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ പ്രിൻസിപ്പൾ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് പറയുന്നു. ആ പോകുന്ന പോക്കിലാണ് ഇതിലെ പ്രീതി മുകുന്ദൻ അവതരിപ്പിച്ച നിധി എന്ന കഥാപാത്രത്തെ ആര്യൻ കണ്ടുമുട്ടുന്നത്. ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പോ അങ്ങനെയുള്ള കഥകളല്ല കാണിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ആ ഒരു ലവ് ട്രാക്ക് വളരെ ബ്യൂട്ടിഫുള്ളായി തന്നെ നറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ലവ് ട്രാക്കിൽ നിന്നുള്ള ഒരു ജോണർ ഷിഫ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ ജോണേഴ്സ് ഷിഫ്റ്റ് ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ആ ജോണർ ഷിഫ്റ്റ് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് വരുമ്പോഴുള്ള ഈ ഒരു ഹൃദുവിൻ്റെ ഇതിന് മുന്നത്തെ സിനിമ നമുക്കറിയാം മുറയിൽ ഭയങ്കര ഒരു ആക്ഷൻ സീക്വൻസിൽ നിന്നാണ് ഇതിൽ വന്നപ്പോൾ ഒരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ള രീതിയിൽ വന്നപ്പം ആ ഒരു ചോക്ലേറ്റ് പയ്യൻ എന്നുള്ളൊരു ആ ഒരു ക്യാരക്ടറും ഹൃദു ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അവിടെ നിന്ന് വീണ്ടും ആക്ഷനിലേക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ആ ആക്ഷൻ രംഗങ്ങളും വളരെ സ്മൂത്തായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഹൃദുവിൻ്റെ ഒപ്പം തന്നെ അഭിനയിച്ചിട്ടുള്ള ഹൃദുവിൻ്റെ ഫ്രണ്ട്സായിട്ട് എത്തുന്ന ഒരുപാട് പേരുണ്ട്. അസ്കർ അലി, നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഫെമിലിയർ ആയിട്ടുള്ള അർജോ, മിഥുട്ടി, ശ്രീകാന്ത് വെട്ടിയാർ, അങ്ങനെയുള്ള കുറേ പേരും കൂടെ ഉണ്ട്. പിന്നെ ജിയോ ബേബി അച്ഛനായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് സിനിമയിൽ. പിന്നെ ഇതിലൊരു ക്യാമിയോ അപ്പിയറൻസും കൂടെ വരുന്നുണ്ട്. അത് ഓൾറെഡി റിവീലായി കഴിഞ്ഞു. നമ്മുടെ ആൻ്റണി വർഗീസ് പെപ്പയാണ് ഇതിലെ ക്യാമിയോ ആയിട്ട് വരുന്നത്. ആ ഒരു സീക്വൻസ് വളരെ ഭയങ്കര ഒരു ത്രില്ല്, ആ അത്രയും സമയം ഉണ്ടായിരുന്നതിനേക്കാളും ഭയങ്കര ഒരു ത്രില്ല് സൃഷ്ടിക്കാനായിട്ട് ആ ഒരു ക്യാമിയോയ്ക്ക് സാധിക്കുന്നുണ്ട്. സോ ഓവറോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ മ്യൂസിക്കും വളരെയധികം സിനിമയുടെ ഓരോ ഇമോഷൻസിനെ ലിഫ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഓണത്തിന് സമാധാനപരമായിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെ ആയിരിക്കും മേനെ പ്യാർ കിയ. അപ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക.